ദുരിതപ്പെയ്ത്തിൽ കേരളം. മഴക്കെടുതിയിൽ മരണം 7 മലപ്പുറത്ത് 2 കുട്ടികൾ മരിച്ചു. പൂഞ്ഞാർ പയ്യാനിത്തടത്ത് വീട് ഒലിച്ചുപോയി അമ്മയും മകനും മരിച്ചു. തൊടുപുഴ കാഞ്ഞാറിൽ ഉരുൾപൊട്ടലിൽ 1 മരണം. വടക്കൻ കേരളത്തിലും പെരുമഴ. കണ്ണൂർ പേരാവൂരിൽ ഒഴുക്കിൽപ്പെട്ടയാൾക്കായി തിരച്ചിൽ തുടരുന്നു. കനത്ത മഴയിൽ തിരുവമ്പാടി മുത്തപ്പൻ പുഴയിൽ ചപ്പാത്തൊലിച്ചുപോയി. കോഴിക്കോട് മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും. കാസർഗോഡ് ചിറ്റാരിക്കലിൽ ഉരുൾപൊട്ടൽ. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലും ഗുരുതര സാഹചര്യം. വെങ്ങൂരിൽ മരം വീണ് അംഗൻവാടി കെട്ടിടം തകർന്നു. വെള്ളത്തിൽ മുങ്ങി റാന്നി നഗരം. റാന്നിയിൽ രക്ഷാപ്രവർത്തനത്തിനായി മത്സ്യബന്ധന തൊഴിലാളികളും. വെള്ളക്കെട്ടിലായി പാല. ഈരാറ്റുപേട്ട തൊടുപുഴ റോഡും വെള്ളത്തിനടിയിൽ. കോതമംഗലം മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങി. ഉന്നതികൾ ഒറ്റപ്പെട്ടു. കടലിലും കെടുതികൾ രൂക്ഷം. കൊല്ലം തങ്കശ്ശേരിയിൽ വള്ളം മറിഞ്ഞ 1 മരണം. വിഴിഞ്ഞത്തു നിന്നും പോയ 5 ബോട്ടുകൾ അപകടത്തിൽപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. മുതലപ്പൊഴിയിലും അപകടം. 2 പേരെ കടലിൽ കാണാതായി. രക്ഷാപ്രവർത്തന നടപടികൾ ഊർജിതമാക്കി സർക്കാർ. രക്ഷാസേനകൾ സജ്ജമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. റവന്യൂ മന്ത്രിക്ക് ഏകോപന ചുമതല. എല്ലാ ജില്ലകളിലും ഹെൽപ്പ് ലൈനുകൾ. ഡിഎംഒമാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയ ആരോഗ്യമന്ത്രി. PM ശ്രീയിൽ സർക്കാരിനെതിരെ ആരോപണം കടുപ്പിച്ച് പ്രതിപക്ഷം. PM ശ്രീ വഴി കിട്ടുന്ന പണം ജനങ്ങളെ ഒറ്റുകൊടുത്തതെന്ന് പിണറായി വിജയൻ. പുനർജനി പദ്ധതിയിൽ വി ഡി സതീശൻ വിദേശത്ത് നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചെന്നും പ്രതിപക്ഷ നേതാവ്. ലണ്ടനിൽ പിരിച്ച തുക എങ്ങനെ മണപ്പാട് ഫൗണ്ടേഷനിലെത്തിയെന്നും ചോദ്യം.